ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ACDB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ RRB NTPC UGയിലേക്ക് ഒരു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ചെയ്ത് RRBയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്ത് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ റെയിൽവേയുടെ ഭാഗത്ത് നിന്നും പുതിയൊരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഈ പറയുന്ന നടക്കാൻ വേണ്ടി പോകുന്നത്, അതായത് ഈ പറയുന്ന മെയ് മാസങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുന്ന RRBയുടെ എക്സാം, RRB അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാമിന്റെ ഡേറ്റും എക്സാമിനേഷൻ സിറ്റിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് റെയിൽവേസ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡോട് ബന്ധപ്പെട്ടാണ് അവരാണ് ചെയ്യുന്നത് ഈ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്താ നോക്കിയത്, കാൻഡിഡേറ്റ്സ് ക്യാൻ വ്യൂ ദിയർ എക്സാം സിറ്റി 10 days ബിഫോർ ദ എക്സാം ഡേറ്റ് വിച്ച് ഈസ് ഷെഡ്യൂൾഡ് ഓൺ 7/5/2026, 8/5/2026, 9/5/2026, 13/6/2026, 14/6/2026, 16/6/2026, 17/6/2026, 18/6/2026, 19/6/2026, 20/6/2026, 21/6/2026. നോക്കിയേ, ഇതിന്റെ പ്രത്യേകത എന്താ നോക്കിയേ, അതായത് ആ ഒരു നോട്ടീസിനകത്ത് പറയുന്ന അടിസ്ഥാനപ്പെടുത്തി ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന RRB NTPC അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാമിനേഷൻ ഇത് എത്തിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എന്ന് പറയുന്നത് ഈ പറയുന്ന മെയ് ജൂൺ മാസങ്ങളിലായിട്ട് എന്ത് ചെയ്യും നടക്കും എന്നുള്ളതാണ്. അല്ലെ, ഇതിപ്പോൾ ഏപ്രിൽ മാസമാണ്, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസമായി. അടുത്ത മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് എന്ത് നടക്കാൻ വേണ്ടി പോകുന്നത്, ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെന്ന് പറയുന്നത് എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്ന ദിവസത്തിന് 10 ദിവസം മുമ്പ് മാത്രമായിരിക്കും എന്ത് കിട്ടുന്നത്, നമ്മുടെ എക്സാമിനേഷൻ സിറ്റ് ഏതാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് മെയ് 11-ാം തീയതിയാണ് എക്സാം എങ്കിൽ, 11 മെയ്യിലാണ് എക്സാം എങ്കിൽ ഈ പറഞ്ഞ മെയ് 1-നോ 2-നോ ഇടയ്ക്ക് വെച്ച് മാത്രമേ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ, ഈ പറയുന്ന എക്സാമിനേഷൻ സിറ്റി കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ എക്സാമിനേഷൻ സിറ്റി ഏതെങ്കിലും ചൂസ് ചെയ്ത് കാണും. ഇപ്പോൾ തിരുവനന്തപുരം ആകാം, കൊല്ലമാകാം, കോട്ടയം ആകാം, എറണാകുളം ആകാം, ഏതുമാകാം അല്ലെ. അപ്പൊ നിങ്ങളൊരു സിറ്റി എന്തായാലും വെച്ച് കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സിറ്റി, എക്സാമിനേഷൻ ഏത് സിറ്റി വെച്ചാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങള് നിങ്ങളുടെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്ന ഏത് ദിവസമാണോ അതിനൊരു 10 ദിവസം മുമ്പായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാമിന്റെ ഇപ്പൊ ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്ന തീയതിക്ക് 4 ദിവസം മുമ്പായിരിക്കും അല്ലെ. എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്ന തീയതിക്ക് 4 ദിവസം മുമ്പ് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്ന തീയതിക്ക് 10 ദിവസം മുമ്പ് മാത്രമേ ഈ പറയുന്ന എക്സാമിനേഷൻ സിറ്റ് ചെയ്താന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് രണ്ട് കാര്യങ്ങളാണ്. മറ്റൊന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് എക്സാമിനേഷൻ തീയതികളാണെന്നുള്ളതാണ്. നോക്കിയേ, ഇപ്പറ മെയ് മാസം 7-ാം തീയതി തുടങ്ങുന്ന എക്സാമിനേഷൻ, മെയ് 7-ന് തുടങ്ങുന്ന എക്സാമിനേഷൻ ഈ പറയുന്ന എന്ന് വരെ ഉണ്ട്, ഈ പറയുന്ന മെയ് 9 വരെ കാണുമെന്നുള്ളതാണ്. നോക്കിയേ, മെയ് 9 വരെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിനേഷൻ ഉണ്ട്. ഇനി മെയ് 9-ന് ശേഷം പിന്നെ മെയ് 10-നോ 12-നോ 1-നോ അല്ല പിന്നെ നടക്കുന്നത്, പിന്നെന്താണ് ജൂൺ മാസം 13-ാം തീയതിയാണ് പിന്നെ എക്സാം തുടങ്ങുന്നത്. അത് ഈ പറയുന്ന ജൂൺ മാസം 21-ാം തീയതി വരെ എന്ത് ചെയ്യുന്നുണ്ട്, നീണ്ടു നിൽക്കുന്നതാണ്. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ രീതിയിൽ 15-ാം തീയതി ഇല്ല, 15-ാം തീയതി ഇല്ല, 15-ാം തീയതി ഇല്ല, 15, 16 ഉണ്ട്, 17 ഉണ്ട്, 18 ഉണ്ട്, 19 ഉണ്ട്, 20 ഉണ്ട്, 21 ഉണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന 13-ാം തീയതി മുതൽ 21-ാം തീയതി വരെ പിന്നെ എക്സാമിനേഷൻ നടക്കുക. അതായത് മെയ് 7-ന് എക്സാമിനേഷൻ തുടങ്ങി കഴിഞ്ഞാൽ 8, 9 എന്നീ തീയതിയിൽ എക്സാമിനേഷൻ കാണും. പിന്നെ എക്സാം എന്ന് പറയുന്നത് ജൂൺ മാസം 13-ാം തീയതി മുതൽ 21-ാം തീയതി വരെയാണ്. അതിന് 15-ാം തീയതി ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ രീതിയിൽ ചിലപ്പോൾ ആളുകൾക്ക് ഇപ്പൊ നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ RRBയുടെ ഇപ്പൊ റീജിയണൽ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾ കയറിയതിനു ശേഷം നിങ്ങളുടെ ക്രെഡൻഷ്യൽസ്, അതായത് ഇപ്പൊ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്ത് കയറുന്ന സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എക്സാമിനേഷൻ സിറ്റി കാണാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. ഓക്കെ, അതുകൊണ്ട് പേടിക്കണ്ട. അതായത് നിങ്ങളുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ അടുത്തങ്ങും ഇല്ല എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ രീതിയിൽ 10 ദിവസം മുമ്പ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു എക്സാമിനേഷൻ സിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതായത് എക്സാമിനേഷൻ നടക്കുന്ന തീയതിക്ക് 10 ദിവസം മുമ്പ് മാത്രമേ എന്ത് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ, എക്സാമിനേഷൻ സിറ്റി നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, 4 ദിവസം മുമ്പ് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, ഈ പറഞ്ഞ രീതിയിൽ ഹാൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് അത് ഈ പറയുന്ന ആധാർ ബയോമെട്രിക് ഒതന്റിഫിക്കേഷന് ബന്ധപ്പെട്ടാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോകുന്ന ആളുകൾ എല്ലാവരും തന്നെ ആധാരം കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
നിങ്ങളെല്ലാവരും തന്നെ ഈ പറയുന്ന അപേക്ഷ കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ആധാർ ഒതന്റിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നവരായിരിക്കും. ആണല്ലോ. അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്തതിനു ശേഷം അത് ആധാർ ഒതന്റിഫിക്കേഷൻ ഈ പറഞ്ഞ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഓക്കെ, സെറ്റ് ആണല്ലോ. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുക, ആധാർ മറ്റു കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ഒന്നും മറ്റും കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും കൂടെ എന്ത് ചെയ്യും, നന്നായിരിക്കും. ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷാ ഹാളിൽ ചെന്ന സമയങ്ങളിൽ ഈ ആധാർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ചെറിയ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ, അതായത് ഈ പറയുന്ന 10-15 വയസ്സിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ ആധാർ മറ്റു കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പൊതുവെ ഈ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടാറുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമിനേഷന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യുക, ആധാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനും എന്ത് ചെയ്യുക, ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാമിനേഷൻ ഹാളിലേക്ക് ചെന്ന് കയറുന്ന സമയങ്ങൾ ഉണ്ടാകുന്ന ടെൻഷനും മറ്റു കാര്യങ്ങൾക്ക് എന്ത് പറ്റും, ഇപ്പോഴേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കയറി നോക്കുക കേട്ടോ. ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ RRBയുടെ വെബ്സൈറ്റുകൾ നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റ് കയറി നോക്കിയാലും മതി. പറയാൻ www.rrbupdate.gov.in കയറി നോക്കിയാലും മതി. അപ്ലൈ ചെയ്ത സൈറ്റിൽ കൂടെ കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്രെഡൻഷ്യൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, ഈ പറയുന്ന എക്സാമിനേഷൻ സീറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് പറ്റും, എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ചെയ്യാൻ നടത്താനും പറ്റും. അതേപോലെ തന്നെ ഈ പറയുന്ന ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ത് പറ്റും, അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇനി ഒരുപാട് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ എന്താണ് ഇനി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതായത് ഇനി RRBയുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസും അതേപോലെ തന്നെ എക്സാമും മറ്റു കാര്യങ്ങൾ വരാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നമ്മൾ RRBക്ക് വേണ്ടിയിട്ട് RRB എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അതിപ്പോൾ NTPC അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഗ്രൂപ്പ് D ആയിക്കോട്ടെ, മറ്റേത് പരീക്ഷ ആയിക്കോട്ടെ, അപ്പൊ അതിനെല്ലാം വേണ്ടി നമ്മളൊരു കംപ്ലീറ്റ് ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ACRB അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ബാച്ചുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴേ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഇപ്പോൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക, ഈ പറയുന്ന നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന വരാൻ വേണ്ടി പോകുന്ന നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പോഴേ എന്ത് ചെയ്യുക, പഠനം ആരംഭിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന പരീക്ഷ അടുത്തിട്ടുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, റിവിഷൻസ് മറ്റു കാര്യങ്ങളും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്കൊക്കെ എന്ത് ചെയ്യാൻ നോക്കി പോകാനും, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുകയാണ്. ഈ പറയുന്ന രീതിയിൽ ഡൗട്ടോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് എന്ത് ചെയ്യുക, അറിയിക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.